ചൈനയിൽ ഒരു ഗ്രാമത്തിൽ മലയിടുക്കുകൾക്കുള്ളിൽ നിന്നൊരു ഭീകരമായ ശബ്ദം കേൾക്കുകയാണ്. അതിൻ്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ആ വീഡിയോ, ആ ശബ്ദം എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൈനയിലെ ബീജിങ്ങിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നും ഭീകരമായ ശബ്ദം കേൾക്കുന്നുവെന്നും ആ ശബ്ദം ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് പോലും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും അതെന്തോ ഭീകരമായ ജീവിയുടെ ശബ്ദമാണെന്നും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ് എന്നും എഴുതി വിട്ടുകൊണ്ട് ആളുകളെ ഭീതിയിലാഴ്ത്തുന്ന ഒരു മെസ്സേജാണ് ഈ വീഡിയോക്കൊപ്പം തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വീഡിയോ ഒരു ഫേക്ക് വീഡിയോ തന്നെയായിരുന്നു എന്നതാണ് സത്യം. എങ്ങനെയാണ് ആ വീഡിയോ ഒരു ഫേക്ക് വീഡിയോ ആയത്? നമുക്ക് ആദ്യം ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്താണ് എന്ന് കാണാം. എന്നിട്ട് നമുക്കതിൻ്റെ ഒറിജിനൽ വീഡിയോയും കൂടി പരിശോധിക്കാം. ഇപ്പോൾ കണ്ട വീഡിയോ ആണ് പ്രചരിപ്പിക്കപ്പെടുന്ന ഭീകരമായ ശബ്ദമുള്ള വീഡിയോ. ഇനി നമുക്ക് അതിൻ്റെ ഒറിജിനൽ വീഡിയോയിലെ ശബ്ദം ഒന്ന് കേൾക്കാം. ഈ വീഡിയോ ആണ് ഡ്രാഗണിന്റെ ശബ്ദമാണെന്നും അന്യഗ്രഹ ജീവികളുടെ ശബ്ദമാണെന്നും അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ അവസാന നാളിൽ വരുന്ന ദജ്ജാലിന്റെ ശബ്ദമാണെന്നൊക്കെ പറഞ്ഞ് ഭീതിപ്പെടുത്തിക്കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വസ്തുതകളിലേക്ക് പോകാം. വസ്തുതകൾ ശരിക്ക് ഈ വീഡിയോ നിർമ്മിക്കപ്പെട്ടതാണ്. എടുത്ത ഒറിജിനൽ വീഡിയോയിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. express.co.uk എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഇതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തിക്കുന്നത്. ഈ വീഡിയോ ഫേക്ക് ആണെന്നുള്ളത് ചില പ്രത്യേകം ഇത്തരം വീഡിയോകളൊക്കെ ഫേക്കായി വരുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഷെയർ ചെയ്യാറാണ് പതിവ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു ശബ്ദം നിലനിൽക്കുന്നുണ്ട്. അത് ഒരു പക്ഷിയുടെ ശബ്ദമാണ്. പക്ഷി എന്ന് പറഞ്ഞാൽ ചെറിയ കുരുവികളെ പോലെ അല്ലെങ്കിൽ കുയിലിനെ പോലെയുള്ള ഒരു പക്ഷി ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഈ ശബ്ദമാക്കി തീർത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ശബ്ദം മാറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത്തിൽ ചില മാറ്റം വരുത്തിയേക്കാണ്, അതിൻ്റെ സീക്വൻസിൽ ചില മാറ്റം വരുത്തിയേക്കാണ്. അതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ മാറ്റം ഓൾറെഡി വരും. അത് സ്ലോ മോഷൻ വീഡിയോകളിൽ നമ്മൾ ചെയ്യുന്ന പോലെ, എഡിറ്റ് ചെയ്യുന്ന പോലെ അതിൻ്റെ സീക്വൻസിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് ലെങ്തി ആക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ ശബ്ദത്തിൽ ചെറിയ മാറ്റം വരും. വളരെ സ്പീഡിലുള്ള ശബ്ദം പോലും ഭീകരമായ ശബ്ദത്തിലേക്ക് മാറുന്ന രീതിയിലാക്കി മാറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം വരാൻ കാരണം അത് പ്രചരിപ്പിക്കപ്പെടുന്ന വീഡിയോയിൽ ഇത്തരം ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് രണ്ട് വീഡിയോ കൂടി കണ്ടു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇത് യെല്ലോ ലീക്ക്ഡ് ബട്ടൺ ക്യൂൽ എന്ന് പറയുന്ന ഒരു ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന ഒരു ചെറിയ പക്ഷിയാണ്. ഈ പക്ഷി ഇണകളെ ആകർഷിക്കുന്ന കാലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ശബ്ദമാണ് ശരിക്കും ഈ ഒരു വീഡിയോയിൽ കാണുന്ന ശബ്ദം. ഈ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ആളുകൾ വന്നിട്ടുള്ളത്. അത് ചില വിദ്വാൻമാർ എടുത്തിട്ട് അതിനെ ഭീകരമായൊരു ശബ്ദമാക്കിയിട്ട് ആ ഭീകര ശബ്ദം കേൾക്കാനാണ് ആളുകൾ ഈ ഗ്രാമത്തിൽ എത്തിയിട്ടുള്ളത് എന്നാക്കി തീർത്തു എന്നുള്ളതാണ് വാസ്തവം. യെല്ലോ ലെഗ്ഡ് ബട്ടർക്യൂൺ എന്ന് പറയുന്ന ഈ പക്ഷിയുടെ ശബ്ദം 100 മീറ്റർ ദൂരത്തേക്ക് വലിയ ശബ്ദമായിട്ട് തന്നെ കേൾക്കാൻ കഴിയുമെന്നാണ് ഇതിലെ ജിയോളജിക്കൽ വകുപ്പിലും അതുപോലെ തന്നെ പക്ഷി നിരീക്ഷണ വകുപ്പിലും ആളുകളൊക്കെ ചൈനയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്രയും വലിയ രീതിയിൽ ഇത് കേൾക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ പ്രദേശം മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശബ്ദത്തെ കുറച്ചുകൂടി വ്യക്തമായി അത് കേൾപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ അതിൻ്റെ പല സൈഡുകളിൽ ഇരുന്ന് അല്ലെങ്കിൽ അത് കേൾക്കാനായിട്ട് അവിടെ വരുന്നത്. ഇത് എല്ലാ വർഷവും അല്ലെങ്കിൽ പല കാലങ്ങളിലായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണ് പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫേക്കായ ഒരു ന്യൂസാണ്. ദജ്ജാൽ പോലെ അല്ലെങ്കിൽ ഡ്രാഗൺ പോലെയുള്ള ശബ്ദങ്ങളാണ് എന്ന് പറഞ്ഞ് എല്ലാ കാലഘട്ടത്തിലും ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീണ്ടും പറ്റിക്കപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്.
2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഒരു വിവരം നമുക്ക് ചില സൈറ്റുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ട് ആളുകളെ ഭീതിജനകമായ രീതിയിലേക്ക് ആക്കിയതിന് ചില IT ആക്ടുകൾ പ്രകാരം ചൈനയിൽ 2-3 ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിൽ പലതരം വൈറൽ കണ്ടന്റുകൾ നമ്മൾ കാണാറുണ്ട്. പലതരം വീഡിയോകളും മറ്റുമൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുമുണ്ട്. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് യഥാർത്ഥത്തിൽ നമുക്കറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോകളിൽ സത്യാവസ്ഥയും അതിനെ അപ്പുറത്തേക്ക് നമ്മളെ ഭയപ്പെടുത്തുന്നതോ ആയ ചില അനാവശ്യമായ കണ്ടന്റുകൾ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യപ്പെടരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലായാൽ മാത്രമേ യഥാർത്ഥ സോഷ്യൽ മീഡിയ യൂസേഴ്സായി നമ്മൾ മാറുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. നന്ദി, നമസ്കാരം.